ലോകത്തെ മുഴുവൻ സംരക്ഷിച്ച് എന്നും നിലകൊള്ളുന്ന പരമശിവന് വേണ്ടി ശിവഭക്തർ ഉറക്കമൊഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്ന പുണ്യദിനമാണ് ശിവരാത്രി. ഭഗവാൻ പരമശിവൻ നിദ്രയിലാണ്ടു പോവുന്ന രാത്രി ഭക്തർ ഉറക്കം ഉപേക്ഷിച്ച് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് സർവം ശിവമയമാകുന്ന പുണ്യരാത്രി. 1000 വ്രതം നോട്ട് പുണ്യം പ്രദാനം ചെയ്യുന്ന മഹത്വപൂർണമായ മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസത്തിന് പുരാണങ്ങളിൽ വലിയ മഹത്വം കൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അന്നേ ദിവസം പരമശിവൻ നിദ്രയിലാണ്ടു പോവുന്നത്? ശിവരാത്രിയുടെ പിന്നിലെ ഐതിഹ്യം പലതും ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഒരു ശാപത്തിന്റെ കഥയാണ്. സാക്ഷാൽ ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിന്റെ കഥ. നമസ്കാരം സുഹൃത്തുക്കളെ, ലോകത്തെ വിനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ മഹാദേവൻ നടത്തിയ ത്യാഗത്തിന്റെ കഥയാണിത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പാലാഴി മഥനത്തെക്കുറിച്ചും ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ഒരിക്കൽ ദേവലോകത്തു വെച്ച് തനിക്ക് ലഭിച്ച പാരിജാത പുഷ്പങ്ങളാൽ കോർത്ത ഒരു ദിവ്യഹാരം മഹർഷി ഐരാവതത്തിന്റെ പുറത്തേറി വരുന്ന ദേവേന്ദ്രൻ സ്നേഹപൂർവ്വം സമ്മാനിച്ചു. ഇന്ദ്രൻ പാരിജാത പുഷ്പമാല കിട്ടിയ സന്തോഷത്തിൽ അത് തലയിൽ ചൂടാനായി മാല ഐരാവതത്തിന്റെ മുകളിൽ വച്ച് തലമുടി വൃത്തിയായി ചീകിയൊതുക്കി. അതിനോടകം പൂവിന്റെ വാസനയിൽ ആകൃഷ്ടരായി എത്തിയ വണ്ടുകൾ ഐരാവതത്തിനു ചുറ്റും മൂളി പറക്കാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം കൂടി വന്നപ്പോൾ ഐരാവതം പൂമാലയെടുത്ത് നിലത്തിട്ട് ചതിച്ചുകളഞ്ഞു. ഇതു കണ്ട് കോപിഷ്ഠനായ ദുർവാസാവ് ദേവേന്ദ്രനെ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ജരാനര ബാധിക്കട്ടെ എന്നും ഐശ്വര്യവും ശക്തിയും ക്ഷയിക്കട്ടെ എന്നും ശപിച്ചു. ബലവാന്മാരായ അസുരന്മാരോട് ഏറ്റുമുട്ടാൻ കഴിയാതെ ദേവന്മാർ വലഞ്ഞു. പരിഹാരത്തിനായി അവർ മഹാവിഷ്ണുവിനെ സമീപിച്ചു. ക്ഷീരസാഗരം മഥനം ചെയ്ത് അമൃതം നേടിയാൽ ദേവന്മാർക്ക് നിത്യയൗവനവും മരണമില്ലായ്മയും ലഭിക്കുമെന്ന് വിഷ്ണു ഭഗവാൻ ഉപദേശിച്ചു. എന്നാൽ കടൽ കടയുക എന്നത് ദേവന്മാർക്ക് ഒറ്റയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അതിനാൽ അവർ അസുരന്മാരുടെ സഹായം തേടി. ദേവന്മാരും അസുരന്മാരും ഒത്തുചേർന്ന് പാലാഴി കടയാൻ തീരുമാനിച്ചു. കടക്കോലായി മന്ദരപർവ്വതത്തെയും കേറായി വാസുകിയെയും നിശ്ചയിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചു വലിക്കാൻ തുടങ്ങി. വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം പാലാഴിയിൽ താഴ്ന്നുപോയി. താഴ്ന്നുപോയ പർവ്വതത്തെ ഉയർത്താൻ വിഷ്ണു കൂർമ്മം ആയി അവതരിച്ചു. വിഷ്ണുവിന്റെ കൂർമാവതാരം മന്ദരപർവ്വതത്തെ യഥാസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. പെട്ടെന്നാണ് എല്ലാവരെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പാലാഴിയിൽ നിന്ന് ഭയാനകമായ കാളകൂടം എന്ന വിഷം ഉയർന്നുവന്നത്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ വിഷത്തിന്റെ ചൂടിൽ ചരാചരങ്ങൾ വെന്തുരുകാൻ തുടങ്ങി. ദേവന്മാരും അസുരന്മാരും രക്ഷയ്ക്കായി കൈലാസനാഥനായ മഹാദേവനെ അഭയം പ്രാപിച്ചു. ലോകരക്ഷയ്ക്കായി ആ വിഷം താൻ പാനം ചെയ്യാമെന്ന് ശിവൻ ഏറ്റു. മഹാദേവൻ ആ വിഷം കുടിച്ചു. എന്നാൽ അത് വയറ്റിലെത്തി ലോകം നശിക്കാതിരിക്കാൻ പാർവതീദേവി ഭഗവാന്റെ തൊണ്ടയിൽ മുറുക്കിപ്പിടിച്ചു. വിഷം പുറത്തു പോവാതെ ഇരിക്കാൻ മഹാവിഷ്ണു വായ് പൊത്തിപ്പിടിച്ചു. അങ്ങനെ വിഷം തൊണ്ടയിൽ തങ്ങി നിൽക്കുകയും മഹാദേവന്റെ കണ്ഠം നീലനിറമാവുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ നീലകണ്ഠൻ എന്നറിയപ്പെട്ടു. വിഷം പാനം ചെയ്ത ഭഗവാന് അസ്വസ്ഥതയുണ്ടാകാതിരിക്കാൻ ദേവന്മാർ ആ രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥനകളോടെ ഭഗവാനെ ശുശ്രൂഷിച്ചു എന്നാണ് വിശ്വാസം. ഈ രാത്രിയാണ് നാം മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ നടത്തിയ ആ വലിയ ത്യാഗത്തെ നാം സ്മരിക്കുന്നു. ശിവരാത്രി നാളിൽ ഭക്തർ ഉപവാസമിരിക്കുകയും ഓം നമഃ ശിവായ മന്ത്രങ്ങൾ ഉരുവിട്ട് രാത്രി മുഴുവൻ ജാഗരണം നടത്തുകയും ചെയ്യുന്നു. ഇത് മനസ്സിനും ശരീരത്തിനും ശുദ്ധി നൽകുന്നു എന്നാണ് വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ പുരാണ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ. നന്ദി.